റീസെൻ്റ് ആയിട്ടുള്ള അഫ്ര രജിസ്ട്രേഷൻ എങ്ങനെ റിന്യൂ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ അഫ്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു അഫ്ര പോർട്ടൽ കാണിക്കുന്നുണ്ട്. നമ്മൾ പോർട്ടൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അഫ്ര പോർട്ടൽ എന്ന് കാണിക്കുന്നതിനകത്ത് ലോഗിൻ മൈ അഫ്ര പോർട്ടൽ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ഒതൻറ്റിക്കേറ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൽ ഐ ഡിയിൽ വരുന്ന ഒരു QR കോഡുണ്ട്. അത് ജസ്റ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജ് ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മളുടെ മാനേജ് രജിസ്ട്രേഷൻസ് ഉണ്ട്. അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോഴത്തേക്കും റിന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പണായി വരുന്ന പേജിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് റിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഈ കാണുന്ന കംപ്ലീറ്റും നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. അതിൽ 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം ഹൗ ടു യൂസ് ദിസ് ഫോം ആണ്. അത് നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് പ്രൈവസിയാണ്. അതും നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതെല്ലാം തന്നെ കറക്റ്റാണോ എന്നൊന്നും കൂടെ വെരിഫൈ ചെയ്യുക. എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ ചേഞ്ച് വരുത്തിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഓപ്പണായി വരുന്നത് റെസിഡൻഷ്യൽ അഡ്രസ്സാണ്. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് ചേഞ്ച് ആക്കണമെങ്കിൽ നമുക്കിപ്പോൾ ചേഞ്ച് ആക്കാം, അല്ലെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്കും പ്രിൻസിപ്പൽ പ്രാക്ടീസ് അഡ്രസ്സാണ്. അത് നമ്മൾ സെയിം റെസിഡൻഷ്യൽ അഡ്രസ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് മെയിലിംഗ് അഡ്രസ്സാണ്. അതും സെയിം അഡ്രസ്സ് തന്നെയാണ് നമ്മൾ മെയിലിംഗ് അഡ്രസ്സായിട്ടും കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രിമിനൽ ഹിസ്റ്ററിയാണ്. അത് നമ്മൾ നോ കൊടുക്കുക. നോ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. പിന്നീട് വീണ്ടും ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററിയാണ്. അതും നമ്മൾ നോ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് എന്തെങ്കിലും ഇമ്പയർമെൻ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക്. അതും നമ്മൾ നോ കൊടുക്കുക. അത് യെസ് ഓർ നോ അവരവരുടെ അനുസരിച്ച് നമ്മൾ കൊടുക്കുക. കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള കൺട്രീസിൽ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതും നമ്മൾ നോ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഓപ്പൺ ആവുന്നത് കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് ആണ്. നമ്മുടെ CPD അവേഴ്സാണ് ചോദിക്കുന്നത്. അത് യെസ് കൊടുക്കുക. CPD അവേഴ്സ് ആവശ്യത്തിനുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മൾ യെസ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ എക്സ്പോഷർ പ്രോൺ പ്രൊസീജിയർ ആണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്നാണ്. അത് എല്ലാം തന്നെ യെസ് കൊടുക്കുക. എന്നിട്ട് അടുത്ത പേജിൽ പ്രാക്ടീസ് റെസ്ട്രിക്ഷൻ ഡീറ്റെയിൽസ് ആണ്. അത് നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മൾ നോ ആണ് കൊടുക്കേണ്ടത്. നോ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പിന്നീട് ഓപ്പണായി വരുന്ന പേജ് എന്ന് പറഞ്ഞാൽ ബില്ലിംഗ് പ്രിവിലേജസ് ആണ്. അത് നമ്മൾ നോ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. നോ കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. ഇപ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഫോം കംപ്ലീറ്റ് ആവുന്നുണ്ട്. പിന്നെ നമുക്കിനി വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അടുത്ത് വരുന്നത് ഡിക്ലറേഷനാണ്. ഡിക്ലറേഷനകത്ത് നമ്മൾ ഐ കൺഫേം എന്നുള്ളത് 2 സ്ഥലത്തും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ടുള്ള നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക. കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് ഓപ്പണായി വരും. പിന്നീട് നമുക്ക് സമ്മറികളാണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവരൊരു സർവേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിഗ്രി എവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതർ കൺട്രീസാണ്. അത് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഇന്ത്യ എന്ന് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ഇന്ത്യ സെലക്ട് ചെയ്യുക. പിന്നെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും അല്ലാത്ത ക്വാളിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഉള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവർക്ക് നോ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആണ്. എനിക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, ഞാൻ അത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് വീക്ക് നമ്മൾ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഞാൻ നോ കൊടുത്തു. അപ്പോൾ അത് നോ കൊടുത്തപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ ഞാനത് ഓവർസീസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യന് ഞാൻ എസ് ആണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഓസ്ട്രേലിയൻ ടോസ് ഐലൻഡർ ആണോ അബോജിനൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നോ കൊടുത്തു. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെമ്പററി റെസിഡൻ്റ് ആണോ എന്ന് അതും നോ കൊടുത്തു. ഇനിയാണ് സമ്മറി വരുന്നത്. അത് 3 പാർട്ടിലായിട്ടാണ് സമ്മറി. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, എല്ലാ ഓപ്ഷൻസും ആൻസർ ചെയ്തിട്ടുണ്ടോ, പ്രോപ്പർ ആണോ എന്നൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് റീചെക്ക് ചെയ്യുക. പേയ്മെൻറ്റിലേക്ക് പോകാവുന്നതാണ്. അടുത്ത പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡോ എന്തെങ്കിലും വിസ കാർഡ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് പേയ്മെൻറ്റ് ആവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്ക്
പേയ്മെൻറ്റിൻ്റെ ഒരു റെസിപ്റ്റ് നമുക്ക് അപ്പോൾ തന്നെ കിട്ടും. അത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് റിന്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ അഫ്ര രജിസ്ട്രേഷനും കൂടെ അഫ്രയിൽ നിന്ന് നമുക്ക് മെയിൽ ചെയ്ത് കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ.